ഇത് കഴിക്കുന്നവർ നിങ്ങളോട് റെസിപ്പി ചോദിക്കും. അത്തരമൊരു പലഹാരമാണിന്ന് ഷെയർ ചെയ്യുന്നത്. ചെറുപഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കാം, ഉടനടി തന്നെ അത് ലഡുവുമാക്കാം. അടിപൊളി പലഹാരം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 12 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഈ പഴത്തിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ മുറിച്ചിട്ട് നന്നായി അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാനിൽ 1/2 കപ്പ് വറുത്ത നിലക്കടല ഇടുക. കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 4-5 ഏലക്കായും. ഇത് കുറച്ച് റോസ്റ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. വറക്കാത്ത നിലക്കടലയാണെങ്കിൽ വറുത്തതിന് ശേഷമേ ജീരകവും ഏലക്കായും ഇടാവൂ. ഇനിയും ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം പൊടിച്ച് മാറ്റി വെക്കുക. അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം മിക്സ് ഇട്ട് ഇളക്കുക. പഴം ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടേ ശർക്കര ഇടാവൂ. പഴം വഴറ്റിയെടുത്താൽ രുചി കൂടും. ഇപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയാൽ മതി. തുടർച്ചയായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഈ സമയം ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഓയിലൊക്കെ പുരട്ടിയിട്ട് അത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ പഴമൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1 കപ്പ് അഴുക്കില്ലാത്ത ശർക്കരപ്പൊടി ചേർക്കുന്നു. വീണ്ടും ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അരിച്ച് വേണം ഒഴിക്കാൻ. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇളക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ടൈറ്റ് ആകാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ടൈറ്റ് ആകാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല മിക്സ് ഇടുക. നിലക്കടലയോട് ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കുക. ഇത് കുറച്ചുകൂടി ടൈറ്റ് ആകണം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിക്കരുത്. ആ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനിയും ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ടത് ലെവൽ ചെയ്യുക. തണുത്തതിന് ശേഷം മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. എന്നാൽ ഈ പഴത്തിൻ്റെ ശർക്കരയുടെയും കൂടെ 1/2 കപ്പ് നിലക്കടലയ്ക്ക് പകരം 1 കപ്പ് നിലക്കടല ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഉരുട്ടിയെടുത്ത് ലഡുവാക്കാം. അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞത് ഹൽവ ലഡു എന്ന്. ഹൽവ താല്പര്യമുള്ളവർക്ക് 1/2 കപ്പ് പീനട്ട് ഇട്ടാൽ മതി. ഇത് ലഡുവായി കഴിക്കേണ്ടവർ 1 കപ്പ് പീനട്ട് ഇടുക. രണ്ടിനും നല്ല ടേസ്റ്റാണ്. 4-5 ദിവസം പുറത്തിരിക്കുന്ന ഈ പലഹാരം ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.